കഴിഞ്ഞ കൊച്ചി മുഖാമുഖത്തിൽ അനസ് മൗലവി എത്രയോ സമയമെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഹുസൈൻ സലഫിന്റെ പടക്കാണ്, ഹുസൈൻ സലഫി മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പടച്ചുപൊളി. അത്രയും കൂലി ഹുസൈൻ സലഫി കിട്ടുന്നില്ല. എന്താ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കിനും മുമ്പ് നിരപരാധിയാണ്, എനിക്ക് കൂലി അള്ളാന്റെ ഭാഗത്ത് കിട്ടുന്നല്ല. ഹുസൈൻ സലഫി ഇത് ശിർക്കാണ്, അല്ലെങ്കിൽ അനസ് മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും ഈ എഴുതിയത് പച്ചയായ തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അബ്ദുൽ ജബ്ബാർ മൗലവിയെ തിരുത്താൻ പോയതെങ്കിൽ ഈ കൊപ്രക്കടത്ത് വെച്ചുകൊണ്ട് ഞാൻ 10 കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എണ്ണമിട്ട് മറുപടി പറയണം. ഒന്ന്, പിന്നെ എങ്കിൽ 5 വർഷക്കാലം ഈ അൽ ഇസ്ലാഹിനെ നിങ്ങൾ KNM ന്യായീകരിച്ചത് എന്തുകൊണ്ട്? ഈ ഉലൂഹിയത്തിലെ ശിർക്ക്, പച്ചയായ ശിർക്ക് നിങ്ങൾ ന്യായീകരിച്ചത് എന്തുകൊണ്ട്? ഒന്ന്. രണ്ടാമത്തത്, 2007 ശേഷം നടന്ന പല വാദപ്രതിവാദങ്ങളിലും ഗണ്ഡന പ്രസംഗങ്ങളിലും ഈ ഉലൂഹിയത്തിൽ ശിർക്ക് വന്ന അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങൾ KNM ഔദ്യോഗികമായി കൊണ്ട് പങ്കെടുപ്പിച്ചത് എന്തുകൊണ്ട്? 2. മൂന്നാമത്തത്, 2009 ഇതേ അബ്ദുറഹ്മാൻ സലഫി ജാമിയ നദിവയിൽ വെച്ചുകൊണ്ട് ഇസ്ലാഹുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ ഇതേ ഇസ്ലാഹിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തുകൊണ്ട്? 3. നാലാമത്തത്, ഇതേ അബ്ദുറഹ്മാൻ സലഫി തന്നെ 2009 ജിദ്ദയിൽ വെച്ചുകൊണ്ട് ഇതേ ഇസ്ലാഹിനെ ന്യായീകരിച്ചതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? 5. 2011 അനസ് മൗലവിയുടെ നേതൃത്വത്തിൽ ഇസ്തിഖാമ പരിപാടിയിൽ കൊണ്ടോട്ടിയിൽ നിന്നും അബ്ദുൽ ജബ്ബാർ മൗലവിയെ കാറെടുത്തുകൊണ്ട് നിങ്ങൾ തെക്കൻ ജില്ലയിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ ആനയിച്ചിരുത്തി ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് ഇതിൽ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കുണ്ടെങ്കിൽ ആ ശിർക്ക് പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അനസ് മൗലവി? നിങ്ങൾ മറുപടി പറയണം. 6. അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ വിവാദ ലേഖനം നിങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിൽ ശിർക്കില്ലെന്നും അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തുള്ള പ്രാർത്ഥനയില്ലെന്നും നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതെന്ത്? 7ാമത്തെ കാര്യം, ഇന്നത്തെ KJന്റെ സെക്രട്ടറിയാണ് പിന്നെ മുഖാമുഖത്തിൽ മറ്റൊന്ന് സംസാരിച്ചത്. ആ ഇസ്ലാഹി ലേഖനത്തെ അയാളും ശിർക്ക് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? 7. 8ാമത്തെ കാര്യം, സംഘടനാ പിളർപ്പിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഇതേ വിഷയം ബഹുമാനനായ ചെറിയ മുണ്ടം എഴുതിയിട്ട് അത് ശിർക്കാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? 8. 9ാമത്തെ കാര്യം, മടവൂർ വിഭാഗവുമായി കൊണ്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് പോലും വിവാദമാക്കിക്കൊണ്ട് അന്ന് നടന്നിരുന്ന KNMന്റെ ആളുകൾ, അത് ആദർശ വ്യതിയാനമായി കൊണ്ട് പറഞ്ഞ ആളുകൾ, ഇത്രയും വലിയ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് 2002 മടവൂർ വിഭാഗത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഈ ചെറിയ മുണ്ടം എഴുതിയ ലേഖനം നിങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത്? മറുപടി പറയണം. നിങ്ങൾ ഇപ്പാണ്ടി തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാകെ. ഇനിയോ ഈ 10ാമത്തെ കാര്യം, മടവൂറിന്റെ നേതാവായ സലാഹുദ്ദീൻ മദനി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലും ബഹുമാനന അനസ് മൗലവി നിങ്ങൾ പിന്നെ അവർ ശിർക്കിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടി തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. വിശദിക്കാൻ കഴിയാക്ക്? സലാഹുദ്ദീൻ മദനി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചത് ഇതാ മടവൂരികൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഈ 2 കാര്യങ്ങളും പച്ചയായ തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണെന്ന് 5, 6, 11 വരെ പറഞ്ഞില്ല? മറുപടി പറയണം. 10 കാര്യങ്ങൾ നിങ്ങളവിടെ 3/4 മണിക്കൂർ പ്രസംഗിച്ചല്ലോ. അതുകൊണ്ട് എണ്ണമിട്ടുകൊണ്ട് ഇത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെങ്കിൽ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. മുജാഹിദ് പ്രസ്ഥാനത്തോട് നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു കാര്യം ശിർക്കാക്കുക, അതുപോലെ തന്നെ ശിർക്കല്ലാതെ ശിർക്കാക്കുക.